ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് കോസ്റ്റൽ കമ്മ്യൂണിറ്റി കോർഡിനേഷൻ ഫോറം ഓഫ് കേരളയുടെ പ്രതിനിധികളാണ്. തീരദേശത്ത് 8ഓളം രൂപതകളിലായി വ്യാപിച്ചു കിടക്കുന്ന തീരദേശ സംഘടനകൾ, ഏകദേശം 16ഓളം സംഘടനകൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി പല പ്രാവശ്യം കൂടിയിരുന്ന് തീരുമാനിച്ചിട്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികകളിൽ തീരദേശത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരികയും ആ മീറ്റിങ്ങുകൾ ഉരുത്തിരിഞ്ഞു വന്ന 42ഓളം കാര്യങ്ങൾ ഇതിനകം തന്നെ വേണ്ടപ്പെട്ട എല്ലാ ഭരണാധികാരികൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും നൽകിയിട്ടുള്ളതാണ്. അതേപ്പറ്റി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ആവശ്യങ്ങൾ 42ഉം ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക, അതിന് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തട്ടെ. എൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നത് വെരി റെവറൻഡ് ഫാദർ ലാബ്രിനാണ്. തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികനാണ്. പോങ്ങുമൂട് ഇടവ വികാരിയാണ്. ഇതിൻ്റെയൊക്കെ കോർഡിനേഷൻ നടത്തുന്ന വ്യക്തി കൂടിയാണ്. കൂടാതെ ബ്രദർ സ്റ്റെല്ലസ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ പ്രസിഡന്റാണ്. റോബിൻസൺ ഫീഡസിൻ്റെ മെമ്പറാണ്. ദേവപ്രസാദ് ജോൺ ഡയറക്ടർ ജ്യോതി സിവിൽ സർവീസ് സൊസൈറ്റി അക്കാഡമിയുടെ ചെയർമാനാണ്. ബ്രൂണോ ഹാരിസൺ ഹോസ്റ്റൽ വെൽഫെയർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മെമ്പറുമാണ്. ഇത്രയും പേരാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഇന്ന് പ്രസന്റ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതേപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടി ലാബറിനെ ക്ഷണിക്കുന്നു. തീരദേശ സമൂഹം വളരെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുക്കുവരുണ്ട്, മരക്കായരുണ്ട്, അഞ്ഞൂറ്റിക്കാരുണ്ട്, പരവരുണ്ട്, തീവരരുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ഉപസമൂഹങ്ങൾ ഒത്തിരിയേറെ തീരദേശ സമൂഹത്തിലുണ്ട്. ഇവർ വളരെ ഒരു നങ്കൂരമില്ലാത്ത, പിന്നോക്കാവസ്ഥയിൽ ഒരു നങ്കൂരമില്ലാത്ത ഒരു സ്ഥിതിയിലാണ്. നമുക്കറിയാം, മുതലപ്പൊഴി, തോട്ടപ്പള്ളി, വിഴിഞ്ഞം മുതലായ തുറമുഖങ്ങളും കാലാവസ്ഥ വ്യതിയാനം, അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതികൾ, മണൽ ഖനനം, ധാതു ഖനനം, തീരശോഷണം, കപ്പൽ അപകടങ്ങൾ ഇവപോലെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ഇതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം. പ്രത്യേകിച്ച് മത്സ്യത്തിൻ്റെ സ്വാഭാവിക ആവാസ ഇടങ്ങൾ പോലും ഈ വികസനത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ നശിപ്പിക്കപ്പെട്ട് ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ വളരെ പട്ടിണിയിലാണ് ഈ സമൂഹങ്ങളൊക്കെ ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി VSSC, വിഴിഞ്ഞം എയർപോർട്ട്, അന്താരാഷ്ട്ര എയർപോർട്ട്, വേളി ഇൻഡസ്ട്രിയൽ പാർക്ക്, തുമ്പ കിൻഫ്ര പാർക്ക്, ടൈറ്റാനിയം ഇവപോലെയുള്ള വികസനത്തിന് വേണ്ടി തങ്ങളുടെ വീടും കിടപ്പാടവുമൊക്കെ നൽകി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി ഇവരുടെ വീടും കിടപ്പാടവും വിട്ടുകൊടുത്തവരാണ്. പ്രത്യേകിച്ച് തീരശോഷണം വഴി ഇവരുടെ പട്ടയഭൂമി പോലും ഇന്ന് ഇല്ലായ്മ, കടലിനടിയിലാണ് ഇന്ന് കിടക്കുന്നത്. സർക്കാർ ചിലതൊക്കെ ചെയ്തെങ്കിലും അവർ ഇപ്പോഴും പുറന്തള്ളപ്പെട്ട ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ 859 ആളുകൾ താമസിക്കുമ്പോൾ ഈ തീരദേശത്ത് 3 ഇരട്ടി ആൾക്കാരാണ് താമസിക്കുന്നത്. ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. ഈ കരിങ്കുളം പഞ്ചായത്തും ഈ തിരുവനന്തപുരം ജില്ലയുടെ ഉള്ളിലാണുള്ളത്.
അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനകളൊക്കെ ഒരുമിച്ച് കൂടി ഇവരുടെ അവകാശങ്ങളും നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ പലർക്കും നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് UDF, LDF, NDA ഇതിൻ്റെ കൺവീനർമാർക്കും ഈ ഓരോ മുന്നണിയിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്, CPM, BJP ഈ നേതാക്കന്മാർക്കും പ്രതിപക്ഷ നേതാവിനും നമ്മുടെ മുഖ്യമന്ത്രിക്കുമായി നൽകിയിട്ടുമുണ്ട്. കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് തീരദേശ സമൂഹത്തിലെ മത്സ്യത്തൊഴിലാളികൾ. സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള സമൂഹമാണ്. ഈ സമൂഹത്തെക്കുറിച്ച് ഇതുവരെയും ശാസ്ത്രീയമായ ഒരു പഠനം നടന്നിട്ടില്ല. ഈ സമൂഹത്തെ ഉയർത്തുന്നതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ശാസ്ത്രീയമായ ഒരു നിർദ്ദേശങ്ങളും വന്നിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, മൂന്ന് മുന്നണികളോടും ആവശ്യപ്പെടുന്നത്, മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് ഒരു സമഗ്ര പഠനം നടത്താൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണം. ആ പഠനത്തിനോടൊപ്പം തന്നെ പരിഹാര നിർദ്ദേശങ്ങൾ നിർദ്ദേശം സമർപ്പിക്കണം. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. അത് രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. 2019 കേരള നിയമസഭ ഇത്തരത്തിലൊരു സബ്മിഷൻ വന്നതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞതാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ശക്തമായി ഉന്നയിക്കുകയാണ്, ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, മഹാനായ അംബേദ്കർ വിഭാവനം ചെയ്ത സംവരണം തൊഴിലിനും രാഷ്ട്രീയ ശാക്തീകരണത്തിനുമുള്ളതാണ്. ഭരണഘടനയിൽ അതിന് വ്യവസ്ഥയുണ്ട്. ഈ സംവരണം ഏറ്റവും അട്ടിമറിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ലാറ്റിൻ കാത്തലിക്സ്. ഇന്ത്യയിലെ പിന്നാക്ക സമൂഹങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച മണ്ഡൽ കമ്മീഷൻ നിർവചിച്ചിട്ടുണ്ട്, ലാറ്റിൻ കാത്തലിക്സ് മീൻസ് ദോസ് ഹു ആർ ട്രഡീഷണലി എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ്. വ്യക്തമായ ഡെഫിനിഷൻ ഉണ്ട്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ G. കുമാരപിള്ള കമ്മീഷനും അത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംവരണം നടപ്പിലാക്കിയപ്പോൾ തീരദേശ മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട്, ഓവർടേക്ക് ചെയ്തുകൊണ്ട് പലർക്കും ഈ സംവരണം നേടാനുള്ള പല പഴുതുകളുണ്ടായി. അത് വലിയൊരു പ്രശ്നമാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കുമ്പോൾ വിശദമായി പരിഗണിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ അടിയന്തരമായി വന്നിരിക്കുന്നത് JB കമ്മീഷൻ റിപ്പോർട്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട JB കമ്മീഷൻ കഴിഞ്ഞ 6 വർഷമായി നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ തിരക്കിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ JB കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ മറവിൽ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി മന്ത്രിസഭ പാസാക്കിയിരിക്കുന്നു. അർഹതയില്ലാത്ത ആളുകൾ ലത്തീൻ കത്തോലിക്ക സംവരണം അട്ടിമറിക്കാതിരിക്കാൻ കിർട്ടാഡ് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമുണ്ട്. 1947 മുമ്പ് ലത്തീൻ കത്തോലിക്കരായിരുന്നവർ. ആ നിബന്ധന വളരെ സൂത്രത്തിലെടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ വീണ്ടും മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് വന്നിട്ടുണ്ട്. തിരുത്തിയേ പറ്റൂ. ഈ 1947 കട്ട് ഓഫ് ഡേറ്റ് എടുത്തു കളഞ്ഞിട്ട് ലത്തീൻ കത്തോലിക്കൻ ആരാണെന്ന് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ കേരളത്തിലെ ലാറ്റിൻ കത്തോലിക് ബിഷപ്സിന് അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളല്ലാത്ത, മത്സ്യമേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ PSCയിലെ ലാറ്റിൻ കത്തോലിക് സംവരണം വാങ്ങുന്നുണ്ട്. ഒരു ഗുരുതരമായ വിഷയമാണ്. അതിന് ഒന്നുകൂടെ പച്ചക്കൊടി കാട്ടുന്ന രീതിയിൽ ഈ 1947 കട്ട് ഓഫ് ഡേറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടിയന്തരമായി ഇത് പുനഃസ്ഥാപിക്കണം. എൻ്റെ പേര് P. സ്റ്റെല്ലസ്, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക്, യാനങ്ങൾക്ക് സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നതാണ്. എഞ്ചിനായിരുന്നാലും വള്ളത്തിനായിരുന്നാലും വലകൾക്കായിരുന്നാലും. ആ സബ്സിഡി കഴിഞ്ഞ 20 വർഷം കൊണ്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇരു സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവേചനം കാണിക്കുന്നു. ഈ ST വിഭാഗത്തിനും ക്ഷേമ പദ്ധതി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ കൊടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ സമൂഹത്തോട് ഭരണാധികാരികൾ കാണിക്കുന്നത്. അത് നമുക്ക് കൃത്യമായി ഈ സർക്കാർ അടിയന്തരമായി അത് നൽകേണ്ടതാണ്. തീരശോഷണം നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മുതലപ്പൊഴി
നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും തീരപ്രദേശത്ത് എല്ലാ ദിവസവും സന്ദർശിക്കാറുള്ളതാണ്. മുൻകാലങ്ങളിൽ തീരപ്രദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്ന തിരമാല അറിയാലോ, നിങ്ങൾക്കറിയാലോ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശംഖുമുഖത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന തീരവും ഇപ്പോൾ കാണുന്ന തീരവും 5 മീറ്റർ പോലും ഇല്ല. കടലും തീരവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഏത് സമയത്തും ജലപ്രളയം ഉണ്ടാകുന്നതാണ്. കാര്യം നോഹയുടെ അറിയാം, ചരിത്രം നിങ്ങൾക്കറിയാം, നോഹയുടെ പ്രളയം. അപ്പം ഇത് അതുപോലൊരു സംഭവമുണ്ട്. തീരശോഷണം ഉണ്ടാകാൻ വളരെ അടുത്തായിരിക്കുക. കാര്യം അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് അവിടെ സർക്കാർ കൊണ്ടുവരുന്നത്. അത് ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കേണ്ടതാണ്. മുതലപ്പൊഴിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്ന മണ്ണ്, ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണ് തീരശോഷണം ഉണ്ടായ ഭാഗത്താണ് ഇടേണ്ടത്. ഇപ്പോൾ സർക്കാർ തന്നെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അത് വിൽക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അങ്ങനെയല്ല. ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ, അവിടുത്തെ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയിലൊക്കെ ഞാനൊക്കെ ഉള്ളതാണ്, സംഘടനയൊക്കെ ഉള്ളതാണ്. തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് തീരശോഷണം ഉണ്ടായ ഭാഗത്ത് ഈ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ കൊണ്ട് ഇടണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ, സർക്കാർ തലത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. തീരദേശത്തുള്ള പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ തീരദേശ മേഖലകളിൽ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മറ്റും ആലോചിക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥരും എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ ഒരു റിയാക്ഷനാണ് തീരദേശ മേഖല ഈ അവസ്ഥയിൽ വരാൻ കാരണം. അതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ഈ ഫിഷറീസ് ഓഫീസർമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഫിഷറീസ് ഓഫീസർമാരാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ വികസന, അവരുടെ ദൈനംദിന ജീവിത രീതിയെക്കുറിച്ചും അവരുടെ തൊഴിലിനെക്കുറിച്ചും സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മത്സ്യമേഖലയുമായി ബന്ധമില്ലാത്ത ഡെപ്യൂട്ടേഷനിലാണ് എവിടെ പോസ്റ്റ് ചെയ്യുന്നത്? തീരദേശത്ത് പോസ്റ്റ് ചെയ്യുന്നത്. കടലിൽ കാല് നനയ്ക്കാൻ പോലും ഭയക്കുന്ന ആളുകളാണ് ഫിഷറീസ് ഓഫീസർമാരെയാണ് സർക്കാർ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തീരദേശത്തോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഡാറ്റ തന്നെ എടുക്കാൻ വേണ്ടി മടിക്കും. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ആ മത്സ്യത്തൊഴിലാളി ഡാറ്റ തന്നെ എടുത്ത് കൊടുക്കാറില്ല. കാര്യം ഞാൻ തന്നെ ആ മത്സ്യത്തൊഴിലാളി വിഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ട് കട്ടായി പോകുന്നു. അങ്ങനെ ആയിരക്കണക്കിന് 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളെ അവരുടെ ക്ഷേമ വികസന ആനുകൂല്യത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അത് സ്ഥിരമായി ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തോന്നുന്ന ആളുകളെ കൊണ്ടുവന്ന് ഫിഷറീസ് തീരദേശ പ്രദേശത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ നിരന്തരമായി ഈ മേഖലയിൽ ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇരു മുന്നണികളും കാണിക്കുന്നത്. ഈ SC/ST സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, വനാവകാശ നിയമം. അതുപോലെ തന്നെ ഈ തീരദേശ സമൂഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ഉറപ്പിക്കത്തക്ക രീതിയിൽ വനാവകാശ നിയമത്തിൻ്റെ മാതൃകയിൽ കടലവകാശ നിയമം കൂടി പാസ്സാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഞങ്ങളുടെ നിർദ്ദേശങ്ങളിൽ വളരെ കൃത്യമായി തന്നെ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെ 7 ഹെഡിലാണ് ഞങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്.